ഒരിടവേളയ്ക്ക് ശേഷം എറണാകുളം ഭൂതത്താൻകെട്ടിൽ വിനോദസഞ്ചാരികൾ കാത്തിരുന്ന ബോട്ട് യാത്ര വീണ്ടും ആരംഭിച്ചു. കാടും വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ അടുത്ത് കാണാനും സഞ്ചാരികൾക്ക് ഹരം പകരാനും വലുതും ചെറുതുമായ 7 ബോട്ടുകളാണ് പെരിയാറിന്റെ തീരത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. കാടും തടാകവും ഇഴുകിച്ചേർന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം വീണ്ടും സഞ്ചാരികളുടെ പറുദീസയായി മാറുകയാണ്. പെരിയാർ നദിയുടെ ശാന്തമായ ഒഴുക്കിലൂടെ ഉൾവനത്തിലേക്ക് നീളുന്ന ബോട്ട് സവാരിയാണ് ഇവിടെ എത്തുന്നവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം. കാടിന്റെ നടുവിലൂടെ നീങ്ങുന്ന ഈ യാത്രയിൽ ആന, മാൻ, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളെയും വിവിധ കാട്ടുപക്ഷികളെയും അടുത്തറിയാനുള്ള അവസരമുണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന അനുഭവമാണിത്. എന്നാൽ കുറച്ചു കാലമായി ബോട്ട് സവാരി ഇവിടെ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ബോട്ട് സവാരിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം സജ്ജമാക്കിയതായി അധികൃതർ അറിയിച്ചു. ലൈഫ് ജാക്കറ്റുകൾ നിർബന്ധമാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത്. വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തതിനു ശേഷം മാത്രം എത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ബോട്ട് സവാരി വീണ്ടും സജീവമായതോടെ ഭൂതത്താൻകെട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഇപ്പോൾ 7 ബോട്ടുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. 95 സീറ്റുകളുള്ള ഒരു ബോട്ടും 45 സീറ്റുകളുള്ള ഒരു ബോട്ടും 42 സീറ്റുകളുള്ള ഒരു ബോട്ടും 10 സീറ്റുകളുള്ള 4 ബോട്ടുകൾക്കുമാണ് അനുമതി ലഭിച്ചത്. ഈ സമയത്ത് ബോട്ട് സവാരിയിൽ ദേശാടന പക്ഷികളെയും വന്യമൃഗങ്ങളെയും കാണാൻ കഴിയുമെന്ന് ബോട്ടുടമ ജോബി പറഞ്ഞു. നമുക്ക് വിവിധ ഇനം ദേശാടന പക്ഷികളെയും വന്യജീവികളും കാണാനായിട്ട് സാധിക്കും. പലതരം കാട്ടുമൃഗങ്ങളെ ബോട്ട് യാത്രയിലുടനീളം കാണാൻ കഴിഞ്ഞെന്ന് യാത്രയിൽ പങ്കെടുത്ത ജസ്റ്റിസ് ജോ പറഞ്ഞു. ഇവിടെ വന്യമൃഗങ്ങൾ, മ്ലാവ്, നേരത്തെ ആനേനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ മലകളൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ഭയങ്കര അന്തരീക്ഷം ഭയങ്കര ക്ലീനാണ്. ഭൂതത്താൻകെട്ടിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഈ പ്രദേശത്തെ മുഴുവൻ ടൂറിസം മേഖലയ്ക്കും ഇത് കൂടുതൽ ഉണർവ് നൽകുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള നിലയിൽ ഇന്ന് ഭൂതത്താൻകെട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഇവിടെ കൂടുതൽ നിർമ്മിതികളല്ല, പ്രകൃതി തന്നെ ആവശ്യത്തിനുള്ളതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത. ഭൂതത്താൻകെട്ട് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഉണർന്ന് കാത്തിരിക്കുകയാണ് വിനോദസഞ്ചാരികൾക്കായി പുതിയ കാഴ്ച അനുഭവങ്ങൾ ഒളിച്ചുവെച്ചുകൊണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.